തൃപ്രയാറിലെ സന്ദർശനത്തിനു ശേഷം നരേന്ദ്രമോദി അവിടെ നിന്ന് തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവിട്ടതിന് ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിപ്പോകുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇരുവശത്തും നിരവധി പേർ ഇപ്പോഴും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി തടിച്ചുകൂടിയിട്ടുണ്ട്. പുലർച്ചെ മുതൽ തന്നെ BJP പ്രവർത്തകരും മറ്റുള്ളവരുമെല്ലാം ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു. പ്രധാനമന്ത്രിയെ ഒന്ന് കാണാനുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായാണ് അവരെല്ലാവരും അവിടെ തിങ്ങി നിറഞ്ഞത്. എന്നാൽ 10:05 പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയെങ്കിലും പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ല എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് മടങ്ങുകയാണ്. വലപ്പാടേക്കാണ് ഈ വാഹനവ്യൂഹം പോകുന്നത്. അവിടുത്തെ ഹെലിപ്പാഡിൽ നിന്നാണ് പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് തിരിക്കുക. കൊച്ചിയിൽ വിവിധ പരിപാടികളുണ്ട്. വൈകിട്ട് 3:15 പ്രധാനമന്ത്രി ഇവിടെ നിന്ന് തിരിക്കുക. 10:05 തൃപ്രയാറിലെ ക്ഷേത്ര ദർശനത്തിനായി പ്രധാനമന്ത്രി എത്തിയത്. അവിടെ ക്ഷേത്ര ദർശനം നടത്തി, പ്രധാനപ്പെട്ട വഴിപാടും നടത്തി. മീനൂട്ട് വഴിപാടാണ് അവിടെ പ്രധാനം. ആ വഴിപാടും നടത്തിയതിനു ശേഷം വേദാർച്ചന അടക്കമുള്ള പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ മടങ്ങുന്നത്. പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനത്തിനെത്തിയപ്പോൾ ഇരുവശത്തുമുള്ളവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തെ എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ പ്രധാനമന്ത്രിയെ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയും പലരും പങ്കുവച്ചു. എന്നാൽ പ്രധാനമന്ത്രി വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങുമോ എന്നറിയില്ല. അവിടെ തടിച്ചുകൂടിയിരിക്കുന്നവരെ അഭിവാദ്യം ചെയ്യുമോ എന്നറിയില്ല. എന്തായാലും വാഹനവ്യൂഹം പുറപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര തുടങ്ങി തൃപ്രയാർ ക്ഷേത്രത്തിൽ നിന്ന്. ഇനി വലപ്പാട് ഹെലിപാഡിൽ നിന്നാകും പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് തിരിക്കുക. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, എന്താണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെയുള്ള ആളുകളെ ഒന്നും തന്നെ അദ്ദേഹം നിരാശനാക്കിയില്ല. ഇവിടെ കൂടിയ രാവിലെ മുതൽ തന്നെ ഏതാണ്ട് 6 മണി മുതൽ ഹാപ്പിയായി. എല്ലാവരും ചാനലുകാർ പറഞ്ഞു കണ്ടില്ല എന്ന്. ഇപ്പൊ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. ജനങ്ങൾ 6 മണി തൊട്ട് നിൽക്കണല്ലോ സാറേ. ഇവിടെ കൂടിയ ആളുകളെയൊക്കെ അഭിവാദ്യം ചെയ്ത് അവർക്കൊക്കെ നേരെ കൈ വീശി കാണിച്ച് കണ്ടില്ലേ? സൂപ്പർ. ഹാപ്പിയായി. നന്നായി. നന്നായി. ഞങ്ങൾ ഇറങ്ങി കണ്ടു സാറിന് നല്ല സന്തോഷമായി. സാധിച്ചു, ആഗ്രഹം സാധിച്ചു. എപ്പോ വന്നതാ? കുറച്ച് വെയിൽ കണ്ടല്ലേ. 8:30 മണിക്കൂറുകൾക്ക് മുൻപ് ഇവിടെ എത്തിച്ചേർന്ന ആളുകളാണ് വേണു. അവരെല്ലാവരും തന്നെ വളരെ അക്ഷമരായിക്കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു. ഇരുഭാഗങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. അവിടെ ഏതാണ്ട് രാവിലെ 6 മണി മുതലൊക്കെ കാത്തു നിൽക്കുന്ന ആളുകളാണ്. അവരുടെ ആ കാത്തിരിപ്പിന് ഫലമുണ്ടായി എന്ന് വേണം പറയാൻ. അദ്ദേഹം ഇവിടെ ഈ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം ഇവിടെ നിർത്തുന്നു. ആളുകളെ കണ്ടതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ആളുകളോട് കൈ വീശി കാണിച്ച് അവരെ അഭിവാദ്യം ചെയ്ത ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. എന്തായാലും എല്ലാവരും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇവിടെ എത്തി കാത്തു നിന്ന ആളുകളെ ആരെയും പ്രധാനമന്ത്രി നിരാശരാക്കിയില്ല എന്ന് തന്നെ വേണം കരുതാൻ. ഇരുഭാഗങ്ങളിലും, ഈ റോഡിന്റെ ഇരുഭാഗങ്ങളിലും ആളുകൾ തടിച്ചുകൂടിയിരുന്നു. അവരെ എല്ലാവരെയും പരിഗണിച്ച ശേഷം അവരെല്ലാവരോടും കൈവീശി കാണിച്ച് തന്റെ സ്നേഹം അറിയിച്ച ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിപ്പോയിരിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി ഇനി നേരെ വലപ്പാട്ട് ഹെലിപ്പാഡിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് അദ്ദേഹം തിരിച്ച് കൊച്ചിയിലേക്കും പോകും. എന്തായാലും വലിയൊരു സന്തോഷം. നിങ്ങളൊക്കെ രാവിലെ മുതലുണ്ട്? രാവിലെ തൊട്ട് കാത്തിരിക്കണം. വളരെയധികം ആവേശം കണ്ടതിൽ ഭയങ്കര സന്തോഷം. അതെവിടെ നിർത്തുന്ന തീർച്ചയായിട്ടും വിചാരിച്ചിരുന്നു. കാണാൻ പറ്റുന്നത് ഉറപ്പായിരുന്നു. അതൊക്കെ മുമ്പ് വിചാരിച്ചില്ല ഇവിടെ നിർത്തുന്നത്. പക്ഷെ വീണ്ടും ഞങ്ങൾ പ്രതീക്ഷ കൈവിട്ടില്ല. നിന്ന് ഞങ്ങളുടെ പ്രതീക്ഷ വിജയിച്ചു. ഞങ്ങൾ കണ്ടു. ഒരുപാടധികം ആളുകൾ ഈ രീതിയിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ പ്രതീക്ഷ സഫലമായി. ഒരു ചേച്ചി ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷമായി. വളരെ സന്തോഷം മോദിനെ കണ്ടതിൽ. ഞങ്ങളുടെ വീടിവിടെ അടുത്ത് തന്നെയാണ്. തൃപ്രയാറിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ വരുന്നത്. ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. എല്ലാവരുടെയും സന്തോഷം അത് തന്നെയാണ്. അവരൊക്കെ പങ്കുവെക്കുന്ന ഒരു വികാരം അതാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നു, ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരുന്നവരാണ് ഇവരെല്ലാവരും. അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു സന്തോഷം തന്നെയാണ്. രാവിലെ മുതലൊക്കെ ഇവിടെ എത്തിച്ചേർന്ന ആളുകളുണ്ട്. വളരെ 6 മണി മുതലൊക്കെ ഇവിടെ കാത്തിരിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരിലേക്കാണ് ആ സന്തോഷം നിറച്ചുകൊണ്ട് ഇവരൊക്കെ ഹാപ്പിയായി. വളരെ സന്തോഷം. ഇത്രയും അടുത്ത് വിചാരിച്ചിരുന്നില്ല. നിങ്ങളെ കണ്ടപ്പോഴാണ് കൂടുതൽ. എന്താണ് സന്തോഷമായില്ലേ? സന്തോഷമായി. നല്ല പരിപാടിയായിരുന്നു. ഇനിയും ഇതേപോലെ ഒരു നല്ല പരിപാടി കാഴ്ചവെക്കാണ്. സന്തോഷം. ഭയങ്കര ആഗ്രഹമായിരുന്നു കാണണമെന്ന്. അപ്പൊ കാണാൻ പറ്റിയ സന്തോഷം.
എന്തായാലും ക്ഷേത്രത്തിനകത്ത് ഏതാണ്ട് 1 മണിക്കൂർ 15 മിനിറ്റാണ് വേണു പ്രധാനമന്ത്രി ചെലവഴിച്ചത്. അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് ഈ വഴിപാടുകളും പൂജകളും ഒക്കെ പൂർത്തിയാക്കിയ ശേഷം മീനൂട്ട് കൂടി നടത്തി വേദാർച്ചന നടത്തുന്ന കുട്ടികളെ കണ്ട് അവരുടെ അരികിൽ നിന്ന് അവരോട് സംസാരിച്ച് അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം പുറകോട്ട് ഇറങ്ങി വന്നത്. നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യമാവുകയാണെങ്കിൽ തന്ത്രിയുമായൊക്കെ സംസാരിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും തന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇത്തവണ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത്. ഈ പുതുവത്സര കാലത്താണ് അദ്ദേഹത്തിനൊരു കത്ത് ഈ ക്ഷേത്രത്തിൽ നിന്ന് തന്ത്രി അയക്കുന്നത്. ഈ ക്ഷേത്രം എത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നതാണ്, എത്രമേൽ ശ്രേഷ്ഠമായ ഒരു ക്ഷേത്രമാണ്. അദ്ദേഹം ഇനി തൃശ്ശൂരിലെത്തുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒന്ന് സന്ദർശിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന അദ്ദേഹത്തിന് മുന്നിൽ വെക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സവിശേഷത കൂടിയുള്ളത് ഒരു വ്രതകാലമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുന്നോടിയായുള്ള ഒരു വ്രതകാലമാണ്. ആ സമയത്തു കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷം നിറയ്ക്കുന്ന കാഴ്ചയാണ്. ഇവരൊക്കെ ഇവിടെ കാണുന്ന ആളുകളൊക്കെ അതിരാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ വലിയ സന്തോഷത്തിലാണ് അദ്ദേഹത്തെ കാണാൻ. ഇവിടെ വാഹനം നിർത്തി അദ്ദേഹം അവരോടൊക്കെ സംസാരിച്ചു, അവരോടൊക്കെ കൈവീശി കാണിച്ചു. അതിൻ്റെയൊക്കെ സന്തോഷം ഇവർക്കുണ്ട്. നിങ്ങളൊക്കെ ഹാപ്പി ആയില്ലേ? നല്ല ഹാപ്പിയാണ്. രാവിലെ മുതലേ വന്നിരുന്നു അദ്ദേഹത്തെ കാണാൻ? രാവിലെ മുതലേ രാവിലെ മുതൽ നിൽക്കുന്നതാണ്. ഇവിടെ 8 മണി മുതൽ ഇവിടെ എത്തിയുള്ളതാണ്. അത് ഞങ്ങൾ ചാഴൂർ പഞ്ചായത്തിൻ്റെ 4 ബസ് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. വളരെ വളരെ ആവേശകരമായുള്ളൊരു മുഹൂർത്തം തന്നെയാണ് പങ്കുവച്ചത്. അദ്ദേഹത്തിന്റെ വാഹനം ഇവിടെ നിർത്തുന്നു വിചാരിച്ചിരുന്നു? തീർച്ചയായിട്ടും ഇവിടെ നിർത്തുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ മീഡിയക്കാരൊക്കെ ഇവിടെയുള്ള കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ നിർത്താതെ പറ്റില്ലല്ലോ. പക്ഷേ മീഡിയക്കാരുള്ള കാരണം കൊണ്ട് മാത്രമായിരിക്കും അവിടെ നിന്നതും. അല്ല, നിങ്ങളെ കാണാൻ വേണ്ടി അതല്ലല്ലേ, മീഡിയക്കാരുള്ള കാരണം കൊണ്ടാണ് ശരിക്കും വന്നിരിക്കുന്നത്. കാരണം നിങ്ങളെ ഫേസ് ചെയ്തിട്ട് ആള് ഹൈ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങളോടുള്ള ഒരു അനുഭവമാണ് കാണിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് ക്ഷേത്രത്തിലേക്ക് കൂടി പ്രവേശിക്കാൻ വേണം. അദ്ദേഹം മീനൂട്ട് നടത്തി, അദ്ദേഹം വിവിധ വഴിപാടുകളിലൊക്കെ പങ്കെടുത്ത് അതിനുശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. ക്ഷേത്രം തന്ത്രി അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. ആകെ 5 പേർ മാത്രമാണ്. അദ്ദേഹം ക്ഷേത്രത്തിനകത്ത് സന്ദർശനം നടത്തുമ്പോൾ കേവലം 5 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. മീനൂട്ട് നടത്തുമ്പോഴും നമ്മൾ കണ്ടതാണ്, അദ്ദേഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ആ മീനൂട്ട് കടവിലേക്ക് ഇറങ്ങുന്നു. അവിടെ മീനുകൾക്ക് ഭക്ഷണം നൽകിയ ശേഷം അതിനുശേഷം അദ്ദേഹം തിരികെ വരികയാണ്. അപ്പോഴാണ് മറ്റ് ഉള്ള ആളുകളൊക്കെ അദ്ദേഹത്തിനൊപ്പം ചേർന്നത്. എന്തായാലും ശരി, നിഖിൽ പ്രമേഷാണ് ത്രിപുരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി ക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കി അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു.